പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വരുന്നു. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള സ്റ്റേഷനിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് സൂചികയും കടന്ന് പരിധി കവിഞ്ഞതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് റിപ്പോർട്ടേഴ്സും ചേരും. ആദ്യം ഹരികൃഷ്ണനിലേക്കാണ്. ഹരി, ഏറ്റവും ഒടുവിൽ വരുന്ന മഴ മുന്നറിയിപ്പ് എങ്ങനെ, ഏത് നിലയ്ക്കാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്? ഗോകുൽ, സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം മുതലുള്ള ഇങ്ങോട്ടുള്ള ജില്ലകളിൽ, തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെയും ഇത്തരത്തിൽ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ 11 ജില്ലകളിൽ നിന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു. അതിന്നും തുടരുകയാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ മഴ ലഭിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതുകൂടാതെ ഈ ഗുജറാത്ത് തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അസ്ന ചുഴലിക്കാറ്റായി മാറി ഈ അറബിക്കടലിൽ പ്രവേശിച്ച് ഒമാൻ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിന്റെ സ്വാധീന ഫലമായും ഈ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇടിമിന്നലിനുള്ള സാധ്യത, അതേപോലെ തന്നെ കാറ്റിനുള്ള സാധ്യതയൊക്കെ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വയനാട് ജില്ലയിൽ, ഈ മണ്ണിടിച്ചിൽ പ്രദേശമായിട്ടുള്ള ജില്ലകളിലൊക്കെ, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. അതേപോലെ ഈ വെള്ളം പൊങ്ങാനുള്ള സാധ്യത, അതായത് അണക്കെട്ടിന്റെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദീതീരത്ത് ഇത്തരത്തിൽ ജലത്തിന്റെ നിരപ്പ് അത് കൂടിയതിനാൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവിടെ താമസിക്കുന്നവർ, അതിന്റെ തീരത്ത് താമസിക്കുന്നവരൊക്കെ മാറി താമസിക്കണമെന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളതാണ്. ഏതായാലും ഇന്ന് സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ 11 ജില്ലകളിൽ, സംസ്ഥാനത്തെ 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. പക്ഷേ പുലർച്ചെ മുതൽ ഈ തരത്തിൽ മലയോര മേഖലകളിലും അതേപോലെ തന്നെ തീരദേശത്തുമൊക്കെ മഴ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, ഇന്നലെ വൈകുന്നേരം മുതൽ, അല്ലെങ്കിൽ ഇന്നലെ പകൽ മുഴുവൻ കൊച്ചിയിൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും അതിശക്തമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിലെ മേഖലകളിൽ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം? വെള്ളക്കെട്ടോ മറ്റ് പ്രശ്നങ്ങളോ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗൂഗിൾ, ഇന്ന് പുലർച്ചെ കഴിഞ്ഞ 2 മണിക്കൂറായി തുള്ളിക്കൊരുവിടുന്ന രീതിയിലാണ് കൊച്ചിയിൽ മഴ ശക്തമാകുന്നത്. അത് യെല്ലോ അലർട്ടാണ് എറണാകുളത്തെങ്കിലും ഒരു ഓറഞ്ച് അലർട്ടിൻ്റെയൊക്കെ പ്രതിനിധി ചെലുത്തുന്ന മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒരിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടില്ല. കഴിഞ്ഞ മഴകളിൽ ഒന്നും തന്നെ കൊച്ചിയിൽ അത്ര ആദ്യ മഴയ്ക്ക്, വേനൽ മഴയ്ക്ക് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ പിന്നോട് ഇങ്ങോട്ട് കാര്യമായ വെള്ളക്കെട്ടുകൾ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എടപ്പള്ളി ഉൾപ്പെടെ ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഒരല്പം പ്രതിസന്ധിയുള്ളത്. മറ്റു മേഖലകളിൽ അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. ഇനി മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിസന്ധിക്കുള്ള സാഹചര്യം കൂടുതലായിരിക്കും. ഒപ്പം ഈ തീരദേശത്തുള്ള ആശങ്കയുമുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലി, എടവനക്കാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തീരദേശത്ത് കടൽ കയറാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ കടലുകയറ്റം ഉണ്ടാകുകയും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയും ചെയ്തിരുന്നു. അത് ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരോടെല്ലാം
ജാഗ്രത പുലർത്തണമെന്നും ആവശ്യമെങ്കിൽ ആ മേഖലകളിൽ ക്യാമ്പ് തുറക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം എറണാകുളത്തിൻ്റെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കോതമംഗലം, കുട്ടമ്പുഴ പോലുള്ള ആ മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകളും ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് അത്തരം സാഹചര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളം അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. എറണാകുളത്തിൻ്റെ പല മേഖലകളിലെ പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന മേഖലകളാണ്. അവിടെ വെള്ളം ഇരച്ചെത്തുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ക്യാമ്പുകളിലേക്ക് മാറണം. അതിന് വീട്ടിൽ തന്നെ ഇരിക്കാൻ ആരും തയ്യാറാകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിന് മഴ തുടരുകയാണ്. വരും മണിക്കൂറിലും മഴ ഇതേ രീതിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ തുടർന്നാൽ വലിയ പ്രതിസന്ധിയാകും എന്നാണ് വിലയിരുത്തുന്നത് ഗൂഗിൾ. എറണാകുളത്ത് യെല്ലോ അലർട്ട് ആണെങ്കിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുലർച്ചെ മുതൽ ലഭിക്കുന്നത്. ഇന്നലെയും ശക്തമായ മഴ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി കോഴിക്കോടേക്കാണ് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലർട്ടാണ് 4 ജില്ലകളിൽ. എന്താണ് അവിടുത്തെ ഒരു മഴയുടെ സാഹചര്യം? ഗോകുൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം മലബാറിലും കനത്ത മഴ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള മേഖലയിലെല്ലാം തന്നെ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ മലയോര മേഖലയിലാണ് കനത്ത മഴ. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. എന്നാൽ കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ നഗരമേഖലയിലേക്ക് വരികയാണ് എങ്കിൽ ഇടവിട്ടുള്ള മഴയാണ് ലഭ്യമാകുന്നത്. ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മഴ ഉണ്ടായിരുന്നുവെങ്കിലും നഗരമേഖലയിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. ഇടവിട്ട് മാത്രമാണ് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഇന്നലെ സന്ധ്യയോടുകൂടി ഉണ്ടായിട്ടുള്ള മിന്നൽ ചുഴലി. ആ മിന്നൽ ചുഴലിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 വീടുകൾ തകർന്നിരിക്കുന്നു. അതിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ 2 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അവിടെ നിന്ന് 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് മരങ്ങൾ കടപുഴകി വീഴുകയുമായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ വ്യാപകമായിട്ടുള്ള കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ KECBക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകളും ഒക്കെ ഒടിഞ്ഞു വീണ ഒരു സാഹചര്യമാണുള്ളത്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇന്നേക്ക് 1 മാസം പൂർത്തിയാവുകയാണ്. ആ ഒരു വേളയിൽ ആ മേഖലയിലൊക്കെ തന്നെ മഴ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മഴ ലഭിക്കുമ്പോൾ ഇനിയും ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് സർക്കാർ നിയോഗിച്ച പഠന സമിതി തന്നെ അത്തരം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴ കനക്കുമ്പോൾ വലിയൊരു ആശങ്ക വിലങ്ങാട് മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ട്. അവിടെ ഇപ്പോഴും വലിയൊരു ആശങ്കയിലാണ് ആളുകൾ കഴിയുന്നത്. അവരുടെ പുനരധിവാസം ഉൾപ്പെടെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ആശങ്ക പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ മഴ കനക്കുമ്പോൾ അവിടെ പലരും ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി ഈ മേഖലയിലുള്ളവർക്കുണ്ട്. ആ ഒരു ഭീതി കൂടി അവർ പങ്കുവെക്കുന്നു. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. നഗരമേഖലകളിൽ ഇപ്പോൾ ഇടവിട്ട് മാത്രമാണ് മഴ ലഭിക്കുന്നത്. ഗൂഗിൾ. ശരി, സമീറും വിഷ്ണു സുരേഷും ഹരികൃഷ്ണനുമാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള, വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേരളത്തിൽ പരക്കെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കുന്നു. വരും മണിക്കൂറുകളിലും ഈ നില തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവും വരുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മുറിവുണങ്ങാത്ത മഹാദുരന്തം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 1 മാസം. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഉരുളിന്റെ അവശിഷ്ടങ്ങൾ ബാക്കി. 500ഓളം പേരുടെ ജീവനെടുത്ത മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാട് ഇന്നും മുക്തമായിട്ടില്ല. എങ്കിലും കൈകോർത്ത് മുന്നോട്ട് തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് 2024 ജൂലൈ 29 സംസ്ഥാനത്ത് അന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്തുണ്ടായ പ്രദേശങ്ങൾ പുത്തുമലയും തൊട്ടടുത്തുള്ള കള്ളാടിയും. ചൂരൽമലപ്പുഴ അസാധാരണമാവിധം കലങ്ങി മറിഞ്ഞൊഴുകി. 2019 ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടം പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അന്ന് അർദ്ധരാത്രി കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മഹാദുരന്തത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ. ഞങ്ങളിപ്പോ ഇപ്പോഴും
ഇതിലാണ് ഇരിക്കുന്നത്. മരണത്തെ മുഖാമുഖം വീണ്ടും കാണാൻ, കാരണം വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ് മുണ്ടക്കയിൽ ഈ സമയത്തും. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ നെഞ്ചു തകരുന്ന കാഴ്ചകളാണ് ചൂരൽമലയിൽ കണ്ടത്. SKN ഇവിടെ റോഡ് ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കഞ്ഞിപ്പുര ഉണ്ടായിരുന്നു. ഇതെല്ലാം പോയി എന്നുള്ളതാണ്. പിന്നീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്. സൈന്യവും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു. ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയ ചൂരൽമല പുഴ മൃതദേഹവാഹിനിയായി. കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ ചാലിയാറിൽ നടക്കം ലഭിച്ചുകൊണ്ടിരുന്ന മൃതദേഹ കണക്കുകളിൽ വിറങ്ങലിച്ചു പോയി ഈ നാട്. പുത്തുമലയിലെ കൂട്ടക്കുഴിമാടങ്ങളിൽ പേരറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മണ്ണോട് ചേർന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഓം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. ദുരിതബാധിതരിലേക്ക് കാരുണ്യമായി സഹായഹസ്തങ്ങൾ നീളുന്നു. സർക്കാരിന്റെ അടിയന്തര ധനസഹായ വിതരണ നടപടികൾ മുന്നോട്ടു പോകുന്നു. താൽക്കാലിക പുനരധിവാസം തുടരുകയാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ അതിവേഗത്തിലുള്ള അതിജീവനം, സ്ഥിരം പുനരധിവാസത്തിനുള്ള നടപടികളുടെ വേഗം. ഇനിയൊരിക്കലും ഇതുപോലൊരു മഹാദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആളുകൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വാടക വീടുകളിലേക്കും മറ്റും മാറിയിട്ടുണ്ട്. സ്വന്തം വീട് ഇനി എന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് ഇവരുടെ ആലോചന. 3 ഒച്ച മാത്രമേ കേട്ടു. 1:30 മണിയാകുമ്പോൾ നമുക്ക് വിവരം കിട്ടി, സംഗതി പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ വീട്ടിൽ നിന്നെല്ലാം മാറിക്കോളി പറഞ്ഞു. എവിടേക്കോ മാറാണ് സാറേ, എനിക്ക് ഈ കാലം വെച്ച് ഞാൻ എന്നെ ആരെങ്കിലും എടുക്കാനുണ്ടോ? ഒരു വഴിയില്ല, വേദന പറയാ സാറേ, ഒരു വഴിയില്ലാതെ ഇവിടെ വന്നാ. ഇതിനും ലോൺ എടുത്തിട്ടുണ്ട് സാറേ, ഈ ബിൽഡിങ്ങിന് ലോണുണ്ട്. ദൈവം എന്താ കണ്ണു തുറന്ന് കിട്ടിയാൽ എന്താ തള്ളിപ്പോണ വലിയൊരു ഉപകാരമായിരുന്നു. ദുരന്തം അറിഞ്ഞ ആദ്യ മണിക്കൂർ മുതൽ നാടാകെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്കൊപ്പമാണ്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി സഹായങ്ങളാണ് വയനാട്ടിലേക്ക് പ്രവഹിച്ചത്. അത് ഇന്നും തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർ വാടക വീടുകളിലേക്ക് മാറി. ഉപജീവന മാർഗമായ വാഹനങ്ങൾ നഷ്ടമായ പലർക്കും സന്നദ്ധ സംഘടനകളുടെ സഹായത്താൽ വാഹനങ്ങൾ ലഭിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്ഥിരമായി ഒരു കൂര എന്നുണ്ടാകുമെന്നതാണ്. വീട് വാടക എടുത്തിട്ടുണ്ട്, വാടക കൊടുക്കണം. വാടക കിട്ടിയില്ലെങ്കിലാണ് ആകെ ബുദ്ധിമുട്ടാകുക. അതുകൊണ്ട് 1-2 മാസം കഴിഞ്ഞ് വാടക നിന്ന് പോയാൽ പിന്നെയും പഴയ ഗതി തന്നെയാണ്. ദുരിതബാധിതർക്കായി സുരക്ഷിത മേഖലയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ
രാഷ്ട്രീയ കക്ഷികൾ എന്നിവർ ചേർന്ന് 500-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം തേടിയത് 2000 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ്. ഇത് സംബന്ധിച്ചുള്ള വിവിധ വകുപ്പുകളുടെ ശുപാർശകളടങ്ങുന്ന സമഗ്ര റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. ദുരന്തം നടന്ന് 1 മാസമാകുമ്പോൾ സ്ഥിരമായ പുനരധിവാസം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ പച്ചപ്പ് അതൊരു പ്രതീക്ഷയാണ്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾ അതിജീവിച്ച് തുടങ്ങിയിരിക്കുന്നു. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിത്തുടങ്ങി. സ്കൂളുകൾ അടുത്ത ദിവസം തുറക്കും. കേരളം ഒന്നാകെ വയനാടിനായി കൈകോർക്കുകയാണ്. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ. സംഭവസ്ഥലത്ത് നിന്നും മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയായി എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ദുരന്ത നിവാരണ പദ്ധതികൾക്കായി അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ദുരന്തബാധിതർക്ക് സർക്കാർ നൽകുന്ന സഹായത്തിൽ നിന്ന് EMI-യും വായ്പാ കുടിശ്ശികയും പിടിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുക്കും. മുകേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷവും ഘടകകക്ഷികളും ആവശ്യം ശക്തമാക്കുന്നതിനിടെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPIM സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് നിർണായകമാണ്. കേസിൽ 5 ദിവസത്തേക്ക് മുകേഷിനെ അറസ്റ്റ് ചെയ്യരുതെന്ന കോടതി വിധി പാർട്ടിക്കും മുകേഷിനും താൽക്കാലിക ആശ്വാസമാണ്. ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും. മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് നിലപാടെടുത്തിട്ടുണ്ട്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും അറിയിച്ചിട്ടുണ്ട്. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ബലാത്സംഗ കുറ്റം രജിസ്റ്റർ ചെയ്ത് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതോടെ എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ അടക്കമുള്ളവർ ഇന്ന് സമരത്തിന് നേതൃത്വം നൽകും. BJPയുടെ നേതൃത്വത്തിൽ മുകേഷിന്റെ വീട്ടിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലും MLA ഓഫീസിലേക്കും മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശക്തമായ പോലീസ് കാവലിലാണ് മുകേഷിന്റെ ഓഫീസും വീടുമുള്ളത്. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. രാവിലെ 11 മണിയോടെ കോഴിക്കോട് വെച്ചാണ് മൊഴി രേഖപ്പെടുത്തുക. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതാണ് പരാതി. 2012 സംഭവം. ടാറ്റ മോട്ടോഴ്സിന്റെ കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 3ാമത്തെയും എക്സ്ക്ലൂസീവ് ഇലക്ട്രിക് വെഹിക്കിൾ ഷോറൂം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ശ്രീ ഗോകുലം മോട്ടോഴ്സ് കൊച്ചി അമ്പാട്ടുകാവിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കായി എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിക്കുന്നത്. 12,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂമിൽ വൈവിധ്യമാർന്ന സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വാഹനങ്ങളുടെ വിൽപ്പന, സർവീസ്, സ്പെയർ പാർട്സുകൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ടാറ്റ മോട്ടോഴ്സ് MD ശൈലേഷ്, ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, MD ബൈജു ഗോപാലൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ടാറ്റ മോട്ടോഴ്സിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളും ഷോറൂമിൽ ലഭ്യമാകും. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ഡെയ്ല എന്ന കണ്ടെയ്നർ ഷിപ്പ് ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തെത്തും. വൈകിട്ട് 5 മണിയോടെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു. ഇതുവരെ വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതാണ് MSC ഡെയ്ല. 13,988 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുണ്ട്. കപ്പലിൽ നിന്ന് 1,500ഓളം കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കും. ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ മുംബൈയിലെ നാവ ഷേവ തുറമുഖം വഴിയാണ് വിഴിഞ്ഞത്തെത്തുന്നത്. MSCയുടെ ഫീഡർ കപ്പലായ അഡു-വി മറ്റന്നാൾ വിഴിഞ്ഞത്തെത്തും. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.